നമസ്കാരം. റഷ്യ ഉക്രൈൻ യുദ്ധം 4 വർഷങ്ങൾ പിന്നിടുമ്പോൾ ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത് ആധുനിക ചരിത്രത്തിലെ ഏറ്റവും വലിയ മാനുഷിക സാമ്പത്തിക ദുരന്തങ്ങളിൽ ഒന്നാണ്. വെടിയുണ്ടകൾക്കും മിസൈലുകൾക്കും അപ്പുറം ഒരു രാജ്യത്തിന്റെ ആത്മാവിനെ തന്നെ മുറിവേൽപ്പിക്കുന്ന നാശനഷ്ടങ്ങളാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകബാങ്കും UN ചേർന്ന് കണക്കാക്കിയ $588 ബില്യൺ എന്ന പുനർനിർമ്മാണ ചെലവ് വെറുമൊരു സംഖ്യയല്ല, മറിച്ച് തകർന്നുപോയ ലക്ഷക്കണക്കിന് സ്വപ്നങ്ങളുടെയും ഇല്ലാതായ നഗരങ്ങളുടെയും തടസ്സപ്പെട്ട തലമുറകളുടെയും വിദ്യാഭ്യാസത്തിന്റെയും ആകെ തുകയാണത്. അത്രത്തോളം വലിയ നഷ്ടം. ഈ യുദ്ധം എന്തിനായിരുന്നു എന്ന ചോദ്യം ഇന്ന് ലോകമെമ്പാടുമുള്ള ചിന്തകരെയും അതുപോലെ സാധാരണക്കാരെയും ഒരുപോലെ അസ്വസ്ഥരാക്കുന്ന ഒരു കാര്യമാണ്. യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ലെന്നല്ലേ നമ്മൾ പഠിച്ചത്. രാഷ്ട്രീയ മേധാവിത്വത്തിനും അതിർത്തി വിപുലീകരണത്തിനുമായി ആരംഭിച്ച ഈ പോരാട്ടം യഥാർത്ഥത്തിൽ എന്ത് നേടി എന്നതിനേക്കാൾ എന്തൊക്കെ നഷ്ടപ്പെടുത്തി എന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. ഉക്രൈനിലെ ഊർജ നിലയങ്ങളും ഗതാഗത സംവിധാനങ്ങളും തകരുമ്പോൾ അത് ആ രാജ്യത്തെ ദശകങ്ങൾ പിന്നോട്ട് വലിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു രാജ്യം പതിറ്റാണ്ടുകൾ കൊണ്ട് കെട്ടിപ്പടുത്ത അടിസ്ഥാന സൗകര്യങ്ങൾ നിമിഷങ്ങൾക്കുള്ളിൽ ചാമ്പലാകുന്ന കാഴ്ച. ആധുനിക യുദ്ധങ്ങളുടെ വിനാശകരമായ സ്വഭാവത്തെയാണ് ഇത് വിളിച്ചോതുന്നത്. യുദ്ധഭൂമിയിലെ സൈനികരുടെ എണ്ണത്തേക്കാൾ ഭയാനകരമാണ് ഉക്രൈനിലെ സാധാരണക്കാരുടെ അവസ്ഥ. വ്യവസായ കേന്ദ്രങ്ങളും കാർഷിക മേഖലകളും തകർന്നതോടെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിലും വരുമാനവും നഷ്ടമായി. യൂറോപ്പിന്റെ ധാന്യപ്പുര എന്ന് വിളിക്കപ്പെട്ടിരുന്ന ഒരു രാജ്യം ഇന്ന് സ്വന്തം ജനതയെ പട്ടിണിയിൽ നിന്ന് രക്ഷിക്കാനും രാജ്യം പുനർനിർമ്മിക്കാനും ലോകരാഷ്ട്രങ്ങളുടെ സഹായത്തിനായി കാത്തിരിക്കേണ്ടി വരികയാണ്. ഇത് കേവലം 2 രാജ്യങ്ങൾ തമ്മിലുള്ള അതിർത്തി തർക്കം മാത്രമായിട്ട് കണക്കാക്കരുത്, മറിച്ച് ആഗോള സാമ്പത്തിക ക്രമത്തെയും ഭക്ഷ്യസുരക്ഷയെയും തകിടം മറിച്ച മഹാവിപത്താണിത്. ഈ വലിയ നാശനഷ്ടങ്ങളുടെ പശ്ചാത്തലത്തിൽ യുദ്ധത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു വശത്ത് സാമ്രാജ്യത്വ മോഹങ്ങളും മറുഭാഗത്ത് അതിജീവനത്തിനായുള്ള പോരാട്ടവുമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഒടുവിൽ അവശേഷിക്കുന്നത് ശവപ്പറമ്പുകളും തകർന്നടിഞ്ഞ കോൺക്രീറ്റ് കെട്ടിടങ്ങളും മാത്രവും. ആയുധ നിർമ്മാണശാലകൾ ലാഭം കൊയ്യുമ്പോഴും സാധാരണക്കാരൻ തന്റെ വീടിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് ജീവിതം തിരയുകയാണ്. അവന് നഷ്ടമായ ജീവിതം. $588 ബില്യൺ കൊണ്ട് ലോകത്തിലെ എത്രയോ പട്ടിണി പാവങ്ങളെ സഹായിക്കാമായിരുന്നു, എത്രയോ പുതിയ വിദ്യാലയങ്ങൾ പണിയാമായിരുന്നു എന്ന സത്യം യുദ്ധത്തിന്റെ നിരർത്ഥകതയെ അടിവരയിട്ടുന്ന ഒരു വസ്തുതയാണ്. അവസാനം ചരിത്രം ഈ യുദ്ധത്തെ അടയാളപ്പെടുത്തുക വിജയങ്ങളുടെ പേരിലായിരിക്കില്ല, മറിച്ച് അത് വരുത്തിവെച്ച സമാനതകളില്ലാത്ത നാശനഷ്ടങ്ങളുടെ പേരിൽ തന്നെ ആയിരിക്കും. അത് അധികാരത്തിന്റെ ചതുരംഗക്കളത്തിൽ കരുക്കളാക്കപ്പെടുന്ന സാധാരണ മനുഷ്യരുടെ വിലാപങ്ങൾക്കും തകർക്കപ്പെട്ട നഗരങ്ങൾക്കും മറുപടി നൽകാൻ ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിനും കഴിഞ്ഞു എന്ന് വരില്ല. യുദ്ധം എപ്പോഴും ഒരു പരാജയമാണ്. അതിൽ തോൽക്കുന്നത് മാനവികതയും ജയിക്കുന്നത് വിനാശവും തന്നെയാണ്. റഷ്യൻ അധിനിവേശം ആരംഭിച്ച് 4 വർഷം പിന്നിടുമ്പോൾ ഉക്രൈൻ നേരിടുന്ന തകർച്ച കേവലം ഒരു യുദ്ധഭൂമിയിലെ തോൽവി മാത്രമല്ല, മറിച്ച് ഒരു രാജ്യത്തിന്റെ ആധുനിക അസ്തിത്വത്തിന് നേരെയുള്ള കനത്ത പ്രഹരമായിരുന്നു അത്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ധാന്യ കയറ്റുമതിക്കാരിൽ ഒരാളായിരുന്ന ഈ രാജ്യം ഇന്ന് തകർന്നടിഞ്ഞ നഗരങ്ങളുടെയും നിലച്ചുപോയ വ്യവസായങ്ങളുടെയും നടുവിലാണുള്ളത്. എങ്ങനെയാണ് ഈ യുദ്ധം ഉക്രൈനെ ഇത്രത്തോളം തകർത്തതെന്ന് പരിശോധിക്കുമ്പോൾ ഭയാനകരമായ ചില വസ്തുതകൾ നമുക്ക് അവിടെ കാണാൻ കഴിയും. എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാവുന്നതാണ്. ഉക്രൈന്റെ സാമ്പത്തിക നട്ടെല്ലായിരുന്ന കിഴക്കൻ മേഖലയിലെ വ്യവസായ കേന്ദ്രങ്ങളാണ് ആദ്യം തകർക്കപ്പെട്ടത്. സ്റ്റീൽ പ്ലാന്റുകൾ, ഖനികൾ, വലിയ നിർമ്മാണശാലകൾ എന്നിവ മിസൈൽ ആക്രമണങ്ങളിലും ഷെല്ലിങ്ങിലും ചാരമായി മാറി. മരിയുപോൾ പോലുള്ള വ്യവസായ നഗരങ്ങൾ പൂർണ്ണമായും ഭൂപടത്തിൽ നിന്ന് തുടച്ചു നീക്കപ്പെട്ടു. ഇതിനൊപ്പം തന്നെ രാജ്യത്തിന്റെ ഗതാഗത ശൃംഖലകളും തകർക്കപ്പെട്ടു. പാലങ്ങൾ, റെയിൽവേ പാതകൾ, തുറമുഖങ്ങൾ എന്നിവ നശിക്കപ്പെട്ടതോടെ ഉൽപ്പന്നങ്ങൾ പുറത്തെത്തിക്കാൻ കഴിയാത്ത അവസ്ഥയിലായി കാര്യങ്ങൾ. ഇത് ഉക്രൈന്റെ ആഭ്യന്തര ഉൽപാദനത്തെ, അതായത് GDPയെ പകുതിയോളമായിട്ട് കുറച്ചു. ഊർജ മേഖലയ്ക്ക് നേരെയുള്ള ആസൂത്രിതമായ ആക്രമണങ്ങളാണ് സാധാരണ ജനജീവിതം ദുസ്സഹമാക്കിയ ഒരു കാര്യം. വൈദ്യുതി നിലയങ്ങളും ഗ്രിഡുകളും ലക്ഷ്യം വെച്ചുള്ള റഷ്യൻ മിസൈലുകൾ ദശലക്ഷക്കണക്കിന് ആളുകളെ ഇരുട്ടിലാക്കി. തണുപ്പ് കാലത്ത് ചൂട് ലഭിക്കാനുള്ള സംവിധാനങ്ങൾ ഇല്ലാതായതോടെ ജനങ്ങൾ സ്വന്തം വീടുകളിൽ പോലും അഭയാർത്ഥികളായി മാറുന്ന കാഴ്ചയാണ് ഉക്രൈനിൽ നിന്ന് കാണാൻ കഴിഞ്ഞത്. കുടിവെള്ള വിതരണവും ആരോഗ്യ പരിപാലന സംവിധാനങ്ങളും തകരാറിലായതോടെ ഒരു ആധുനിക സമൂഹം പെട്ടെന്ന് മധ്യകാലഘട്ടത്തിന് സമാനമായ വെല്ലുവിളികളിലേക്കാണ് തള്ളിയിടപ്പെട്ടത്. കാർഷിക മേഖലയിലെ തകർച്ച ലോകത്തെ മുഴുവൻ ബാധിക്കുന്ന ഒന്ന് തന്നെയായിരുന്നു. ഉക്രൈനിലെ വിശാലമായ കൃഷിയിടങ്ങൾ ഇന്ന് കുഴിബോംബുകൾ നിറഞ്ഞ അപകട മേഖലകളാണ്.
ലോകബാങ്കിന്റെ കണക്കനുസരിച്ച് ഈ ഭൂമി കൃഷിയോഗ്യമാക്കി മാറ്റാൻ തന്നെ പതിറ്റാണ്ടുകൾ വേണ്ടിവരും. കാർഷിക യന്ത്രങ്ങളുടെ നാശവും വളത്തിന്റെ ദൗർലഭ്യവും കർഷകരെ കടക്കണിയിലാക്കി. ഇത് ഉക്രൈന്റെ സമ്പദ് വ്യവസ്ഥയെ മാത്രമല്ല ആഗോള ഭക്ഷ്യവില വർധനവിനും കാരണമായ ഒരു പ്രധാനപ്പെട്ട സംഭവം തന്നെയാണ്. ഏറ്റവും വലിയ നഷ്ടം മനുഷ്യ വിഭവ ശേഷിക്കാണ് സംഭവിച്ചിട്ടുള്ളത്. കോടിക്കണക്കിന് ആളുകൾ രാജ്യം വിട്ടുപോയി. അതിൽ ഭൂരിഭാഗവും അഭ്യസ്ത വിദ്യരായ യുവാക്കളും പ്രൊഫഷണലുകളും തന്നെയാണ്. രാജ്യത്തിനകത്ത് തന്നെ ദശലക്ഷക്കണക്കിന് ആളുകൾ ഭവനരഹിതരായി മാറി. ഒരു തലമുറയുടെ വിദ്യാഭ്യാസ യുദ്ധം കവർന്നെടുത്തു. സ്കൂളുകളും സർവകലാശാലകളും ബോംബാക്രമണത്തിൽ തകരുകയും അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും പലായനം ചെയ്യേണ്ടി വരികയും ചെയ്തത് രാജ്യത്തിന്റെ ഭാവിക്ക് വലിയ ഭീഷണിയാണ് ഉണ്ടാക്കിയത്. $588 ബില്യൺ എന്ന പുനർനിർമ്മാണ ചെലവ് സൂചിപ്പിക്കുന്നത് തകർച്ചയുടെ ആഴം തന്നെയാണ്. ഒരു രാജ്യം വീണ്ടും കെട്ടിപ്പടുക്കാൻ പണമല്ല, മറിച്ച് തലമുറകളുടെ അധ്വാനമാണ് വേണ്ടിവരിക. യുദ്ധം വെറും ഒരു രാഷ്ട്രീയ തർക്കമല്ല, മറിച്ച് ദശകങ്ങൾ നീണ്ട കഠിനാധ്വാനത്തെ നിമിഷങ്ങൾക്കുള്ളിൽ ഇല്ലാതാക്കുന്ന വിനാശകരമായ പ്രക്രിയയാണെന്ന് ഉക്രൈൻ അനുഭവം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അമേരിക്കയുടെ നിലപാടിൽ വന്നിട്ടുള്ള മാറ്റമാണ് ഈ യുദ്ധത്തിന്റെ ഗതി നിർണ്ണയിക്കുന്നതിലെ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതായത് 2022 അധിനിവേശം ആരംഭിച്ചപ്പോൾ ഉക്രൈന്റെ ഏറ്റവും വലിയ കരുത്ത് അമേരിക്ക തന്നെയായിരുന്നു. എന്നാൽ 2025-26 കാലഘട്ടത്തിൽ വാഷിംഗ്ടണിൽ നിന്നുള്ള സൈനിക സഹായത്തിന് വൻ കുറവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. 2026 സാമ്പത്തിക വർഷത്തേക്ക് അമേരിക്ക നീക്കി വെച്ചിരിക്കുന്ന തുക മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വളരെ കുറവാണെന്ന് റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നുണ്ട്. ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി അമേരിക്കയുടെ സഹായം തുടരണമെന്ന് നിരന്തരം അഭ്യർത്ഥിക്കുന്നുണ്ട് എങ്കിലും അമേരിക്കൻ ആഭ്യന്തര രാഷ്ട്രീയത്തിലെ മാറ്റങ്ങളും അമേരിക്ക ഫസ്റ്റ് എന്ന ട്രംപിന്റെ നയവും സഹായം കുറയ്ക്കാൻ കാരണമായ പ്രധാനപ്പെട്ട ഘടകങ്ങൾ തന്നെയാണ്. ഇപ്പോൾ യുദ്ധം അവസാനിപ്പിക്കാനായി ഒരു സമാധാന പ്ലാൻ മുന്നോട്ട് വെക്കാനാണ് അമേരിക്ക കൂടുതലും താല്പര്യം കാണിക്കുന്നത്. അതും ഉക്രൈനിലെ ധാതു സമ്പത്തിനെ ലക്ഷ്യം വെച്ചിട്ടുള്ള ഒരു നീക്കവുമായിരിക്കും. യൂറോപ്യൻ രാജ്യങ്ങൾ തങ്ങളുടെ സുരക്ഷാ ആശങ്കകൾ കാരണം ഇപ്പോഴും ഉക്രൈനൊപ്പം നിൽക്കാൻ ശ്രമിക്കുന്നവർ തന്നെയാണ്. ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങൾ ഉക്രൈനെ സൈനികമായും അതുപോലെ സാമ്പത്തികമായും സഹായിക്കാൻ പുതിയ കരാറുകളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. എങ്കിലും യൂറോപ്യൻ യൂണിയനിലും ഭിന്നതകൾ പ്രകടമാണ് കേട്ടോ. ഹംഗറി പോലുള്ള രാജ്യങ്ങൾ റഷ്യക്കെതിരെയുള്ള ഉപരോധങ്ങളെയും ഉക്രൈനുള്ള വലിയ വായ്പകളെയും എതിർക്കുന്നത് യൂറോപ്പിന്റെ ഒരുമിച്ച് നിന്നുള്ള നീക്കങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതായത് പല രാജ്യങ്ങളും വ്യത്യസ്തമായ നിലപാടുകളാണ് ഇവിടെ സ്വീകരിക്കുന്നത്. അന്താരാഷ്ട്ര ഏജൻസികളായിട്ടുള്ള ലോകബാങ്ക്, ഐക്യരാഷ്ട്രസഭ എന്നിവ ഇപ്പോൾ യുദ്ധത്തിന് ശേഷമുള്ള പുനർനിർമ്മാണത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. $588 ബില്യൺ എന്ന വമ്പൻ തുക കണ്ടെത്താൻ റഷ്യയുടെ മരവിപ്പിച്ച വിദേശ ആസ്തികൾ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് പാശ്ചാത്യ രാജ്യങ്ങൾ ആലോചിക്കുന്നുമുണ്ട്. ഇത് റഷ്യയെ സാമ്പത്തികമായി പ്രതിരോധത്തിലാക്കാനുള്ള ഒരു പ്രധാന തന്ത്രമായിട്ടാണ് അവർ നോക്കിക്കാണുന്നത്. ചുരുക്കി പറഞ്ഞാൽ അമേരിക്കയുടെയും യൂറോപ്പിന്റെയും സമീപനം എത്ര കാലം വേണമെങ്കിലും കൂടെ നിൽക്കാം എന്നതിൽ നിന്ന് യുദ്ധം എങ്ങനെ അന്തസ്സോടെ അവസാനിപ്പിക്കാം എന്നതിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് മനസ്സിലാക്കാതെ യുദ്ധം തുടരുന്നത് ഉക്രൈൻ മാത്രമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്നാൽ റഷ്യയുടെ കടന്നാക്രമണങ്ങൾ തുടരുന്ന സാഹചര്യത്തിൽ ഈ രാജ്യങ്ങൾ നൽകുന്ന സഹായത്തിന്റെ അളവ് കുറയുന്നത് ഉക്രൈന്റെ അതിജീവനത്തെ പ്രതിസന്ധിയിലാക്കുന്ന പ്രധാനപ്പെട്ട കാര്യവുമാണ്. അവർ സഹായിക്കാത്തതിന് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. കാരണം ഓരോ രാജ്യത്തിനും ഓരോ രാജ്യം തന്നെയാണല്ലോ വലുത്. റഷ്യ ഉക്രൈൻ യുദ്ധം 4 വർഷങ്ങൾ പിന്നിട്ടിട്ടും ഒരു പരിസമാപ്തി ഇല്ലാതെ നീണ്ടുപോകുന്നത് ആഗോളതലത്തിൽ വലിയ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. സമാധാന ചർച്ചകൾ പലതവണ നടന്നുവെങ്കിലും ഇരുപക്ഷവും തങ്ങളുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നതും അന്താരാഷ്ട്ര രാഷ്ട്രീയ സാഹചര്യങ്ങളുമാണ് ഈ പോരാട്ടം അനന്തമായി നീളാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. പ്രധാനമായും 5 കാരണങ്ങളാണ് ഈ യുദ്ധത്തിന്റെ ദൈർഘ്യം വർദ്ധിപ്പിക്കുന്നത് എന്നാണ് പറയാനുള്ളത്. നമുക്ക് അതിലേക്ക് വരാം. ഒന്നാമതായി ഇരു രാജ്യങ്ങളുടെയും ലക്ഷ്യങ്ങൾ തമ്മിലുള്ള വലിയ വ്യത്യാസം തന്നെയാണ്. അതായത് ഉക്രൈനെ സംബന്ധിച്ചിടത്തോളം ഇത് തങ്ങളുടെ നിലനിൽപ്പിന്റെയും അതുപോലെ തന്നെ ആ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെയും ഒരു പോരാട്ടമാണ്. റഷ്യ കൈയടക്കിയ ക്രിമിയ ഉൾപ്പെടെയുള്ള എല്ലാ പ്രദേശങ്ങളും തിരിച്ചു പിടിക്കാതെ യുദ്ധം അവസാനിപ്പിക്കില്ലെന്ന് ഉക്രൈൻ വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ പിടിച്ചെടുത്ത പ്രദേശങ്ങൾ വിട്ടു നൽകാൻ റഷ്യ തയ്യാറല്ലെന്ന് മാത്രമല്ല, അവ തങ്ങളുടെ രാജ്യത്തിന്റെ ഭാഗമാണെന്ന് പ്രഖ്യാപിക്കുകയും റഷ്യ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. ഈ 2 വലിയ വിരുദ്ധ നിലപാടുകൾക്കിടയിൽ ഒരു മധ്യസ്ഥത കണ്ടെത്തുക എന്നത് നിലവിൽ അസാധ്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. അതിൽ യാതൊരുവിധ സംശയവുമില്ല. രണ്ടാമത്തെ ഘടകം ആയുധങ്ങളുടെയും സൈനിക സഹായത്തിന്റെയും ഒഴുക്കാണ്. അമേരിക്കയുടെയും യൂറോപ്യൻ രാജ്യങ്ങളുടെയും സൈനിക പിന്തുണ ഉള്ളതുകൊണ്ടാണ് ഉക്രൈന് റഷ്യയെ പോലൊരു വൻ ശക്തിയെ ഇത്രകാലം പ്രതിരോധിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതേസമയം പാശ്ചാത്യ രാജ്യങ്ങൾ നൽകുന്ന സഹായം ഉക്രൈനെ പൂർണ്ണമായും ജയിപ്പിക്കാൻ പര്യാപ്തമല്ല എങ്കിലും തോൽക്കാതെ പിടിച്ചു നിൽക്കാൻ അവരെ സഹായിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. റഷ്യ ആകട്ടെ ഇറാൻ, ഉത്തര കൊറിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് ആയുധങ്ങൾ ശേഖരിക്കുകയും സ്വന്തം ആയുധ നിർമ്മാണം വർദ്ധിപ്പിക്കുകയും ചെയ്തുകൊണ്ട് യുദ്ധം തുടരാനുള്ള ശേഷി അവിടെ നിലനിർത്തുകയും ചെയ്യുന്നുണ്ട്.
ഇത് യുദ്ധഭൂമിയിൽ ഒരു നിശ്ചലാവസ്ഥ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. മൂന്നാമതായി റഷ്യയുടെ ആഭ്യന്തര രാഷ്ട്രീയ സാഹചര്യം തന്നെയാണ്. അതായത് പുടിനെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധം തന്റെ രാഷ്ട്രീയ ഭാവിയുടെയും റഷ്യയുടെ അന്താരാഷ്ട്ര പ്രതിച്ഛായയുടെയും പ്രശ്നം തന്നെയാണ്. യുദ്ധത്തിൽ വലിയ വിജയങ്ങൾ നേടാതെ പിന്മാറുന്നത് റഷ്യൻ ഭരണകൂടത്തിന് വലിയ തിരിച്ചടിയാകുമെന്ന് അദ്ദേഹം ഭയക്കുന്നു. അതിനാൽ എത്ര വലിയ സാമ്പത്തിക നഷ്ടം സഹിച്ചും യുദ്ധം ദീർഘകാലം കൊണ്ടുപോകാൻ റഷ്യ തയ്യാറെടുത്തിരിക്കുകയാണ് ഇപ്പോൾ. റഷ്യൻ സമ്പദ് വ്യവസ്ഥയെ യുദ്ധകാലാടിസ്ഥാനത്തിൽ മാറ്റിയെടുത്തത് ഇതിന്റെ സൂചന തന്നെയാണ്. റഷ്യക്ക് കാര്യമായിട്ടൊന്നും സംഭവിച്ചിട്ടുമില്ല. നാലാമതായി അന്താരാഷ്ട്ര സമൂഹത്തിലെ ഭിന്നത തന്നെയാണ്. അതായത് റഷ്യക്കെതിരെ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എങ്കിലും ചൈനയും ഇന്ത്യയും ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും റഷ്യയുമായുള്ള വ്യാപാര ബന്ധം തുടരുന്നത് മോസ്കോയ്ക്ക് സാമ്പത്തിക ആശ്വാസം നൽകുന്നുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങൾക്കിടയിൽ തന്നെ ഉക്രൈനെ സഹായിക്കുന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുക്കുന്നത് പുടിന് അനുകൂലമായ ഒരു സാഹചര്യമാണ് അവിടെ സൃഷ്ടിക്കുന്നത്. അമേരിക്കയിലെ രാഷ്ട്രീയ മാറ്റങ്ങൾ ഉക്രൈനുള്ള സഹായം കുറയ്ക്കുമെന്ന് റഷ്യയും പ്രതീക്ഷിക്കുന്നുണ്ട്. മാത്രവുമല്ല റഷ്യൻ പ്രസിഡന്റുമായിട്ട് ഒരു നല്ല രീതിയിൽ മുമ്പോട്ട് പോകണമെന്നാണ് അമേരിക്കയും ആഗ്രഹിക്കുന്നത്. അവസാനമായി ആധുനിക യുദ്ധതന്ത്രങ്ങളുടെ സങ്കീർണതയും ഇതിനൊരു കാരണമാണ് എന്നാണ് പറയുന്നത്. അതായത് ഡ്രോണുകളുടെയും അത്യാധുനിക മിസൈലുകളുടെയും ഉപയോഗം വലിയ മുന്നേറ്റങ്ങൾ നടത്തുന്നത് പ്രയാസമാക്കിയിട്ടുണ്ട്. ഇരുഭാഗത്തും കിലോമീറ്ററുകളോളം നീളുന്ന പ്രതിരോധ നിരകളും മൈൻ പാടങ്ങളും ഉള്ളതിനാൽ വലിയ തോതിലുള്ള ഭൂപ്രദേശങ്ങൾ പിടിച്ചടക്കുന്നത് അസാധ്യമായി മാറിയിട്ടുണ്ട്. ഇത് യുദ്ധത്തെ ഒരു അയഞ്ഞുതീരൽ യുദ്ധം, അതായത് വാർ ഓഫ് അട്രീഷൻ ആക്കി മാറ്റിയിരിക്കുകയാണ്. അതായത് ആർക്കാണോ കൂടുതൽ കാലം ആയുധവും പണവും മനുഷ്യശക്തിയും നിലനിർത്താൻ കഴിയുന്നത് അവർക്ക് മേൽക്കൈ ലഭിക്കുമെന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. ഇതൊക്കെയാണ് റഷ്യ ഉക്രൈൻ യുദ്ധം ഇപ്പോഴും നീണ്ടു പോകുന്നതിന്റെ കാരണങ്ങൾ. 4 വർഷമായി അത് നീണ്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. യുദ്ധം ഒരിക്കലും ഒന്നിനും ഒരു പരിഹാരമല്ല, നഷ്ടങ്ങൾ മാത്രമാണ് അത് ഉണ്ടാക്കുന്നത്. എന്നിട്ടും യുദ്ധം എന്തിനോ വേണ്ടി നീണ്ടു പോവുകയാണ്. എത്രയും പെട്ടെന്ന് ഈ യുദ്ധം അവസാനിച്ച് സമാധാനം പുനഃസ്ഥാപിക്കപ്പെടട്ടെ എന്ന് തന്നെ നമുക്ക് ആശംസിക്കാം. ഈ വിഷയത്തിലെ നിങ്ങളുടെ നിലപാട് എന്തായാലും കമന്റ് ബോക്സിൽ എഴുതുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം. നന്ദി.